ഒരേ സമയം വലിയ ജിയോ പൊളിറ്റിക്കൽ മാറ്റങ്ങളും ടെക്നിക്കൽ വിപ്ലവങ്ങളും പ്രകൃതിദത്ത വെല്ലുവിളികളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിർണായകമായ സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മിഡിൽ ഈസ്റ്റിൽ ശക്തി പ്രാപിക്കുന്ന പാകിസ്ഥാൻ, സൗദി, തുർക്കി സൈനിക സഖ്യം മുതൽ ലോകത്തിന് വലിയ ആശ്വാസമായിട്ട് ഒമാൻ നയിക്കുന്ന ചരിത്രപരമായ ഇറാൻ-US സമാധാന കരാറുകൾ വരെ കുട്ടികളുടെ മനസ്സ് തകർത്തതിന് മാർക്ക് സക്കബർഗിന്റെ മെറ്റയ്ക്ക് അമേരിക്കൻ കോടതിയിൽ നിന്ന് ലഭിച്ച തിരിച്ചടി മുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് കടിഞ്ഞാണിടുന്ന പുതിയ F1 വിസ നയങ്ങൾ വരെ, ഒപ്പം തായ്ലൻഡിൽ നടുക്കിയ ദാരുണമായ സ്കൂൾ വെടിവയ്പും റെക്കോർഡുകൾ തകർത്ത് യൂറോപ്പിലെ ഉഷ്ണതരംഗവും ഉൾപ്പെടെ ഇന്ന് ലോകത്തെമ്പാടും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ഏറ്റവും പുതിയ ബ്രേക്കിംഗ് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. വെൽക്കം ടു ലോക. ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഇത്രയും കാലം നമ്മൾ കണ്ട എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഒരു വൻ വാർത്ത പുറത്തു വരികയാണ്. ഇസ്ലാമിക് നേറ്റോ എന്ന ഡിഫൻസ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്ന ഒരു ട്രൈലാറ്ററൽ ഡിഫൻസ് പാക്ട്, അതായത് ത്രിരാഷ്ട്ര പ്രതിരോധ കരാർ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. ഒരു വശത്ത് കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക അടിത്തറയുള്ള സൗദി അറേബ്യ, മറുവശത്ത് ലോകത്തിലെ ഒരേ ഒരു മുസ്ലിം ആണവ ശക്തിയായ പാകിസ്ഥാൻ, മൂന്നാമതായി നേറ്റോയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സൈന്യവും ലോകോത്തര ഡ്രോൺ സാങ്കേതിക വിദ്യയുമുള്ള തുർക്കിയാണ്. ഈ മൂന്ന് രാജ്യങ്ങളും കൈകോർക്കുമ്പോൾ അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനും ഇന്ത്യക്കും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന തലവേദന നിസ്സാരമായിരിക്കില്ല. എന്താണ് ഈ ഒരു കരാറിന് പിന്നിൽ? ഇതിൽ ന്യൂക്ലിയർ ഗ്യാരണ്ടി ഉണ്ടോ? ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? പരിശോധിക്കാം. സംഭവത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വിപ്ലവകരമായ മ്യൂച്വൽ സ്ട്രാറ്റജിക് ഡിഫൻസ് എഗ്രിമെന്റ് ഒപ്പുവെക്കുന്നത്. അതായത് നമ്മളിൽ ഒരാളെ ആക്രമിച്ചാൽ അത് രണ്ടുപേർക്കും നേരെയുള്ള ആക്രമണമായിട്ട് കണക്കാക്കുമെന്ന നേറ്റോ മോഡൽ ആർട്ടിക്കിൾ 5 വ്യവസ്ഥയാണ്. അതിനുശേഷമാണ് ഈ കൂട്ടുകെട്ടിലേക്ക് തുർക്കിയെ കൂടി ഉൾപ്പെടുത്തി ഇതൊരു ട്രൈലാറ്ററൽ മിലിറ്ററി അലയൻസ് ആക്കി മാറ്റാനുള്ള നീക്കങ്ങൾ റിയാദും അങ്കാരയും ഇസ്ലാമാബാദും വേഗത്തിലാക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് സൗദി ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അൺറിലയബിലിറ്റി ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതായത് അമേരിക്കയെ ഇനി കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് റിയാദ് തിരിച്ചറിഞ്ഞു. യമനിലെ ഹൂതികളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ സൗദിയുടെ എണ്ണ ശുദ്ധീകരണശാലകളിൽ പതിച്ചപ്പോഴും മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ തുടർച്ചയായിട്ട് അതിര് കടന്നപ്പോഴും വാഷിംഗ്ടൺ നിഷ്ക്രിയമായിട്ട് നിന്നു. തങ്ങളുടെ സുരക്ഷ സ്വന്തം കൈകളിൽ തന്നെ വേണമെന്ന് സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ തീരുമാനിച്ചതിന്റെ ഫലമാണിത്. ഈ മൂന്ന് രാജ്യങ്ങളും പരസ്പരം കൈമാറുന്നത് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഇതിനെ ഒരു സിനർജിസ്റ്റിക് പവർ കോമ്പിനേഷൻ എന്ന് വിളിക്കാം. സൗദി അറേബ്യ എന്ന് പറയുന്നത് ദി ഫിനാൻഷ്യൽ പവർ ഹൗസ് ആണ്. അതായത് സൗദിയുടെ കയ്യിൽ പെട്രോ ഡോളർ ഉണ്ട്. നിലവിൽ സാമ്പത്തിക തകർച്ചയിലുള്ള പാകിസ്ഥാനെയും പണപ്പെരുപ്പത്താൽ ബുദ്ധിമുട്ടുന്ന തുർക്കിയെയും സാമ്പത്തികമായിട്ട് താങ്ങി നിർത്താൻ സൗദിയുടെ ഡോളറുകൾക്ക് കഴിയും. അടുത്തത് തുർക്കിയുടെ കാര്യം എത്തുമ്പോൾ ദി ടെക്നോളജി ആൻഡ് ഡ്രോൺ ജയന്റ്സ് ആണ്. അതായത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തരംഗമായ ബെറക്ടർ TB2 ഡ്രോണുകളും സ്വന്തമായി വികസിപ്പിച്ച 5ാം തലമുറ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റായ കാനും അങ്കാരയുടെ കയ്യിലുണ്ട്. അതിലുപരി ഒരു നേറ്റോ അംഗരാജ്യം എന്ന നിലയിൽ അതിവിദഗ്ധമായ ട്രെയിനിങ്ങും ഡിഫൻസ് ടെക്നോളജിയും നൽകാൻ തുർക്കിക്ക് സാധിക്കും. അടുത്തത് പാകിസ്ഥാൻ. ന്യൂക്ലിയർ ഡിറ്ററൻസ് ആൻഡ് ട്രൂപ്പ് സ്ട്രെങ്ത്. പാകിസ്ഥാന്റെ പക്കൽ വലിയൊരു കരസേനയും അതിനേക്കാളേറെ ന്യൂക്ലിയർ വാർഹെഡുകളുമുണ്ട്. വരും നാളുകളിൽ സൗദിയുടെ പ്രതിരോധത്തിനായിട്ട് 10,000 കണക്കിന് പാക് സൈനികർ സൗദി മണ്ണിൽ വിന്യസിക്കപ്പെടാം. ഇനി എല്ലാവരും ചോദിക്കുന്ന പ്രധാന ചോദ്യം, പാകിസ്ഥാൻ തങ്ങളുടെ അണുബോംബ്, ആറ്റം ബോംബ് സൗദിക്കും തുർക്കിക്കും വിട്ടു നൽകുമോ എന്നുള്ളതാണ്. പൊതുരേഖകളിൽ ന്യൂക്ലിയർ വെപ്പണുകളെ കുറിച്ച് തുറന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും സൗദിക്കെതിരെ ഒരു വൻകിട രാജ്യം ആക്രമണം നടത്തിയാൽ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഡിറ്ററൻസ് സൗദിയുടെ സുരക്ഷാ കവചമായി മാറും എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ലേറ്റസ്റ്റ് ഫാക്റ്റും അപ്ഡേറ്റും നോക്കുമ്പോൾ റോയിട്ടേഴ്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 3 രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രാലയങ്ങൾ ഈ ത്രിരാഷ്ട്ര കരാറിന്റെ ഡ്രാഫ്റ്റ് പൂർത്തിയാക്കി ഒപ്പുവെക്കാനുള്ള അവസാന ഘട്ടത്തിലാണ്. റിയാദിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ തുർക്കി പ്രസിഡന്റ് എർദോഗാനും സൗദി ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനും പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും ഇതിൽ ഒപ്പുവെക്കുമെന്നാണ് വിവരങ്ങൾ. ലോകരാജ്യങ്ങളിൽ ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ നോക്കുമ്പോൾ ആദ്യം നമുക്ക് ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കാം. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ്. പാകിസ്ഥാന് സൗദിയിൽ നിന്നും തുർക്കിയിൽ നിന്നും വലിയ അളവിൽ സാമ്പത്തിക പിന്തുണയും ആധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയും ലഭിക്കുന്നത് ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയിൽ വെല്ലുവിളി സൃഷ്ടിച്ചേക്കാം. ഇനി ഇസ്രായേലും ഇറാനും, ഇവരുടെ കാര്യം നോക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങൾക്ക് തടയിടാനും ഇറാനിൽ നിന്നുള്ള ഭീഷണികളെ ചെറുക്കാനും
ഈ ഇസ്ലാമിക് നേറ്റോ വഴി സാധിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. അടുത്ത അമേരിക്കയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത്രയും കാലം മിഡിൽ ഈസ്റ്റിന്റെ സംരക്ഷകരായിരുന്ന വാഷിംഗ്ടണിന് ഇതൊരു വൻ തിരിച്ചടി തന്നെയാണ്. സൗദി ഇനി പൂർണ്ണമായും US ഡിഫൻസ് സാമഗ്രികളെ മാത്രം ആശ്രയിക്കില്ല എന്ന് വ്യക്തം. ചുരുക്കത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാന്റെ മിലിറ്ററി മാൻ പവറും തുർക്കിയുടെ ഡ്രോൺ സാങ്കേതിക വിദ്യയും സൗദിയുടെ ഭീമമായ സമ്പത്തും ചേരുമ്പോൾ ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഒരു പുതിയ ശക്തി കേന്ദ്രം പിറവിയെടുക്കുകയാണ്. മാധ്യമങ്ങളിലെല്ലാം മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയും ക്രൂഡ് ഓയിൽ വില $100 കുതിക്കുമെന്ന ആശങ്കയും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വൻ വാർത്ത പുറത്തുവരുന്നത്. GCC മേഖലയിലെ സൈലന്റ് ഹീറോ എന്നറിയപ്പെടുന്ന ഒമാൻ വമ്പൻ സമാധാന കരാറുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു. ലോകത്തിന്റെ എണ്ണ ഞരമ്പ് എന്നറിയപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഒമാനും ഇറാനും തമ്മിൽ പുതിയൊരു ഷിപ്പിംഗ് ഫ്രെയിം വർക്ക് എഗ്രിമെന്റ് ഒപ്പുവച്ചിരിക്കുകയാണ്. ഇത് പോരാത്തതിന് കാര്യങ്ങൾ വേഗത്തിൽ ഒരു ശുഭകരമായ പര്യവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന് സാക്ഷാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ പരസ്യമായിട്ട് സമ്മതിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ ഏത് വൻ പ്രതിസന്ധി വന്നാലും അണിയറയിൽ ഒമാൻ എങ്ങനെയാണ് കാര്യങ്ങൾ തിരിച്ചുവിടുന്നത്? പുതിയ ഒമാൻ ഇറാൻ കരാറിലെ ഒളിഞ്ഞിരിക്കുന്ന വലിയ ചതിക്കുഴികൾ എന്തൊക്കെയാണ്? ഇതിലൂടെ ലോക എണ്ണ പ്രതിസന്ധി പൂർണ്ണമായിട്ട് അവസാനിക്കുമോ? പരിശോധിക്കാം. ആദ്യം തന്നെ ഈ പാതയുടെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കാം. ലോകത്തിലെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 1/5, അതായത് 20% കടന്നു പോകുന്നത് മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു ഇടുങ്ങിയ കടൽപാതയായ ഹോർമുസ് വഴിയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് മേഖലയിൽ പുകയുന്ന യുദ്ധവും നാവിക ഉപരോധവും കാരണം ഇവിടുത്തെ ഗതാഗതം നിലയ്ക്കുകയും ലോകം മുഴുവൻ ക്രൂഡ് ഓയിൽ പ്രതിസന്ധിയിലാവുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് ഇറാനും ഒമാനും തമ്മിൽ വളരെ രഹസ്യമായും പ്രൊഫഷണലായിട്ടും ചർച്ചകൾ നടത്തി വരികയായിരുന്നു. ഇതിന്റെ ഫലമായിട്ട് വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരത്തിനായിട്ട് പുതിയൊരു ഷിപ്പിംഗ് ചാനലിന്റെ ജിയോഗ്രഫിക്കൽ കോർഡിനേറ്റ്സ്, അതായത് കൃത്യമായ മാപ്പും പാതയും ഒക്കെ ഇരു രാജ്യങ്ങളും നിർണ്ണയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ടെഹ്റാനും മസ്കറ്റും തമ്മിൽ ഈ പുതിയ ഷിപ്പിംഗ് പ്രോട്ടോകോളിൽ ധാരണയിലെത്തിയതോടെ ഇതിന്റെ ഒരു ഔദ്യോഗിക ജോയിന്റ് അനൗൺസ്മെന്റ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതിനോട് വാഷിംഗ്ടൺ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നോക്കാം. കാര്യങ്ങൾ ഏതാണ്ട് സമവായത്തിലേക്ക് എത്തുന്നുവെന്നും അടുത്ത 48 മണിക്കൂറിനകം ഒരു വലിയ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാമെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചത്. ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങളും ഇറാനും തമ്മിൽ നയതന്ത്ര തലത്തിൽ വളരെ നല്ല ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു കരാറിലേക്ക് നമ്മൾ അടുത്തിരിക്കുന്നു. കാര്യങ്ങൾ വളരെ അനുകൂലമാണ്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ഈ ചർച്ചകളിൽ ഗണ്യമായ പുരോഗതിയുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. വാഷിംഗ്ടണിന്റെ പ്രധാന ലക്ഷ്യം തടസ്സപ്പെട്ട് കിടക്കുന്ന അന്താരാഷ്ട്ര എണ്ണ കപ്പലുകളുടെ ഗതാഗതം എത്രയും വേഗം സാധാരണ നിലയിലാക്കുക എന്നതാണ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വിടവും കരാറിലെ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളും നിലനിൽക്കുന്നത്. ഒമാനുമായിട്ട് കരാർ ആയതുകൊണ്ട് മാത്രം ഹോർമുസിൽ സുരക്ഷ ഉറപ്പിക്കില്ല എന്ന് ഇറാൻ വ്യക്തമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറാന്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ കാസിം ഖരീബാബാദി വ്യക്തമാക്കിയ പ്രധാന കാര്യങ്ങൾ ഇനി പറയുന്നതാണ്. US നേവൽ ബ്ലോക്കേഡ് തിരിച്ചു വിളിക്കണം. ഇറാനിയൻ പോർട്ടുകൾക്ക് മേലുള്ള അമേരിക്കൻ നാവികസേനയുടെ ഉപരോധം, സാങ്ഷൻസും US ഇസ്രായേൽ സൈനിക നീക്കങ്ങളും പൂർണ്ണമായിട്ട് പിൻവലിച്ചാൽ മാത്രമേ ഈ റൂട്ട് പൂർണ്ണ തോതിൽ പ്രവർത്തിക്കൂ. ഇനി കടന്നു പോകുന്ന കപ്പലുകളിൽ നിയന്ത്രണവും പരിശോധനയും. പുതിയ ഷിപ്പിംഗ് റൂട്ട് പ്രധാനമായും ഇറാന്റെ പ്രാദേശിക സമുദ്ര അതിർത്തിക്കുള്ളിലൂടെ ആയിരിക്കും. അതുകൊണ്ട് ഈ കടന്നു പോകുന്ന കപ്പലുകളിൽ പരോക്ഷമായിട്ടുള്ള നിയന്ത്രണവും പരിശോധിക്കാനുള്ള അവകാശവും ഇറാന് ലഭിച്ചേക്കാം. അടുത്തത് താൽക്കാലിക പരീക്ഷണം മാത്രമാണ് ഈ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഈ പുതിയ റൂട്ട് അടുത്ത 2 മുതൽ 4 മാസം വരെ പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമേ ഉപയോഗിക്കൂ. വിദേശ ശക്തികളുടെ ഇടപെടൽ ഇല്ലെങ്കിൽ മാത്രമായിരിക്കും ഇത് നീട്ടി നൽകുന്നത്. അതായത് ഒമാനുമായുള്ളത് ഒരു ടെക്നിക്കൽ ഫ്രെയിം വർക്ക് ആണെങ്കിലും അതിന്റെ അന്തിമ താക്കോൽ ഇപ്പോഴും വാഷിംഗ്ടണിന്റെയും ടെഹ്റാന്റെയും കൈകളിൽ തന്നെയാണ്. എന്നാൽ ഈ പോസിറ്റീവ് വാർത്ത പുറത്തു വന്നതോടെ ആഗോള എണ്ണ വിപണിയിൽ ഉടനടി ആശ്വാസ തരംഗം കണ്ടു തുടങ്ങി. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $80 താഴേക്ക് പോയിരുന്നു. WTI ക്രൂഡ് വില $75 താണു. കഴിഞ്ഞ മാസങ്ങളിൽ യുദ്ധഭീതി മൂലം എണ്ണവില $100 കടന്ന് ലോക സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ ഒരു വലിയ ആശ്വാസം ഉണ്ടായത് എന്നതും ശ്രദ്ധിക്കണം. അതേസമയം അണിയറയിൽ ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ മറ്റ് യുദ്ധവിരാമ ചർച്ചകളും സജീവമാണ്. എങ്കിലും മറ്റൊരു വശത്ത് ചെങ്കടലിലും ബാബൽ മന്ദബ് കടലിടുക്കിലും ഹൂതികളുടെ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നത് ഒരു കടുത്ത യാഥാർത്ഥ്യമായി ശേഷിക്കുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ യുദ്ധപ്പുകയിൽ സമാധാനത്തിന്റെ ഒരു വലിയ വെളിച്ചമാണ് ഒമാൻ നൽകിയിരിക്കുന്നത്. ഒമാന്റെ കൃത്യമായ ഡിപ്ലോമസി ലോകത്തെ ഒരു വമ്പൻ എണ്ണ പ്രതിസന്ധിയിൽ നിന്നും വിലക്കയറ്റത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുകയാണ്. എങ്കിലും അടുത്ത 48 മണിക്കൂറുകൾ ലോക സാമ്പത്തിക രംഗത്തിനും പശ്ചിമേഷ്യയ്ക്കും വളരെ നിർണായകമാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കരാർ പൂർണ്ണതയിൽ എത്തുമോ അതോ നിർണായകമായ ഏതെങ്കിലും വ്യവസ്ഥയിൽ വീണ്ടും ഉടക്കി നിൽക്കുമോ? കാത്തിരുന്ന് കാണാം.
നമ്മളിൽ ഭൂരിഭാഗം പേരും ദിവസവും മണിക്കൂറുകളോളം ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മാതൃ കമ്പനിയായ മെറ്റയ്ക്ക് അമേരിക്കയിൽ നിന്ന് ഒരു വൻ പ്രഹരം കിട്ടിയിരിക്കുകയാണ്. കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് തകർത്തതിനും അവരെ ആപ്പുകൾക്ക് അടിമകളാക്കിയതിനും ഓൺലൈൻ ചൂഷണങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിനും മെറ്റയ്ക്ക് $567 മില്യൺ, അതായത് ഏകദേശം 4700 കോടിയിലധികം രൂപ പിഴ വിധിച്ച് US കോടതി. ഒരു ഫാക്ടറി പുക പുറന്തള്ളി അന്തരീക്ഷം മലിനമാക്കുന്നത് പോലെയാണ് മെറ്റയുടെ ആപ്പുകൾ കുട്ടികളുടെ മനസ്സ് മലിനമാക്കുന്നത് എന്നാണ് വിധി പ്രസ്താവിച്ചുകൊണ്ട് അമേരിക്കൻ ജഡ്ജി തുറന്നടിച്ചത്. എന്താണ് ഈ ലാൻഡ്മാർക്ക് കേസിന് പിന്നിൽ? മാർക്ക് സക്കർബർഗിന്റെ കമ്പനിക്ക് ഇനി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഏതൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും? വിശദമായിട്ട് പരിശോധിക്കാം. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. യുഎസിലെ ന്യൂ മെക്സിക്കോ സ്റ്റേറ്റ് കോടതിയിലാണ് ഈ ചരിത്രപരമായ വിധി വന്നത്. ന്യൂ മെക്സിക്കോ അറ്റോർണി ജനറൽ റോൾ തെറസ് മെറ്റയ്ക്കെതിരെ നൽകിയ കേസിന്റെ രണ്ടാം ഘട്ടത്തിലാണിത്. നേരത്തെ, അതായത് 2026 മാർച്ച് മാസത്തിൽ നടന്ന ഒന്നാം ഘട്ട വിചാരണയിൽ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നൽകിയതിന് മെറ്റയ്ക്ക് $375 മില്യൺ പിഴ ചുമത്തിയിരുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ മെറ്റയുടെ പ്ലാറ്റ്ഫോമുകൾ ഒരു പബ്ലിക് ന്യൂയിസൻസ്, അതായത് പൊതുജനങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് കോടതി കണ്ടെത്തി. ഇതോടെ ഈ ഒരൊറ്റ കേസിൽ മാത്രം മെറ്റ നൽകേണ്ടി വരുന്ന തുക $942 മില്യൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. $567 മില്യൺ പിഴ അടയ്ക്കാൻ ഉത്തരവിട്ട കോടതി ആ പണം എന്തിനൊക്കെ ഉപയോഗിക്കണമെന്നും വ്യക്തമായിട്ട് തരം തിരിച്ചു നൽകിയിട്ടുണ്ട്. ഇതിൽ $420 മില്യൺ സോഷ്യൽ മീഡിയ അഡിക്ഷനും ഡിപ്രഷനും ഇരയായ കുട്ടികളുടെ സൈക്യാട്രിക് ചികിത്സയ്ക്കും കൗൺസിലിംഗിനുമായിട്ട് മാറ്റിവെക്കണം. ബാക്കി വരുന്ന തുക അടുത്ത 5 വർഷത്തേക്ക് കുട്ടികൾക്കിടയിലെ ബോധവൽക്കരണ പരിപാടികൾക്കും പ്രിവെൻഷൻ പ്രോഗ്രാമുകൾക്കുമായിട്ട് ചെലവഴിക്കണം. കോടതി നിരീക്ഷിച്ചത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കുട്ടികളെ മണിക്കൂറുകളോളം സ്ക്രീനിൽ തളച്ചിടാൻ തക്ക വിധമുള്ള ആൽഗരിതങ്ങൾ മെറ്റ മനഃപൂർവ്വം ഡിസൈൻ ചെയ്തു എന്നാണ് അറ്റോർണി ജനറൽ തെളിയിച്ചത്. പണം ഈടാക്കിയത് കൂടാതെ മെറ്റയുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വൻ മാറ്റങ്ങൾ വരുത്താൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഒന്ന്, മന്ത്ലി ലിമിറ്റ്സ് ഫോർ ടീനേജേഴ്സ്. കൗമാരക്കാരായ ഉപയോക്താക്കൾക്ക് പ്രതിമാസ ഉപയോഗ പരിധി നിർബന്ധമാക്കുക. 2, നോട്ടിഫിക്കേഷൻ റെസ്ട്രിക്ഷൻസ്. കുട്ടികളെ നിരന്തരം ഫോണിലേക്ക് വലിച്ചിടുന്ന രാത്രികാല നോട്ടിഫിക്കേഷൻസിന് നിയന്ത്രണം. ഇനി മൂന്നാമത്തേത്, അഡൾട്ട് മൈനർ കോൺടാക്ട് റെസ്ട്രിക്ഷൻസ്. അപരിചിതരായ മുതിർന്നവർ കുട്ടികൾക്ക് മെസ്സേജ് അയക്കുന്നതിന് കടുപ്പമേറിയ തടസ്സങ്ങൾ. ഇനി സേഫ് ഗാർഡ്സ് ഫോർ AI ചാറ്റ്ബോട്ട്സ്. AI ചാറ്റ്ബോട്ടുകൾ കുട്ടികളുമായി നടത്തുന്ന സംഭാഷണങ്ങളിൽ സുരക്ഷാ കവചം ഉറപ്പാക്കുക. വിചിത്രമായ മറ്റൊരു കാര്യം, 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഏജ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കാൻ കോടതി ഉത്തരവിട്ടിട്ടില്ല. അമേരിക്കൻ ഫെഡറൽ പ്രൈവസി നിയമമായ COPPA അനുസരിച്ച് കുട്ടികളുടെ പേഴ്സണൽ ഡേറ്റ ശേഖരിക്കുന്നത് വിലക്കുന്നതിനാലാണ് ഈ ഒരു ഇളവ്. ഇതിന് പകരം AI അധിഷ്ഠിത ഏജ് പ്രഡിക്ഷൻ ടൂൾസ് വികസിപ്പിക്കാനാണ് ഉത്തരവ്. ഈ വിധിയോട് മെറ്റ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ വിധിയിൽ തങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്നും ഇതിനെതിരെ അപ്പീൽ പോകുമെന്നും മെറ്റ വ്യക്തമാക്കിയിട്ടുണ്ട്. ടീനേജേഴ്സിന്റെ സുരക്ഷയ്ക്കായിട്ട് ഞങ്ങൾ ധാരാളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റായ വസ്തുതകൾക്കെതിരെ ഞങ്ങൾ കോടതിയിൽ പോരാടുമെന്നാണ് മെറ്റയുടെ ഔദ്യോഗിക വക്താവ് പറഞ്ഞത്. എന്നാൽ കാര്യങ്ങൾ ഇവിടെ തീരുന്നില്ല. കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസിലുമായിട്ട് 30ഓളം അമേരിക്കൻ സ്റ്റേറ്റുകൾ നൽകിയ കേസുകളുടെ വിചാരണ ഉടൻ ആരംഭിക്കുകയാണ്. സിഗരറ്റും മദ്യവും പോലെയോ അല്ലെങ്കിൽ തകരാറുള്ള കാറുകൾ പോലെയോ ഒരു ഫോൾട്ടി പ്രോഡക്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയെ കാണാൻ കോടതികൾ തയ്യാറാകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു വിധി. ചുരുക്കത്തിൽ, ബിസിനസ് ലാഭത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യം പണയം വെക്കുന്ന സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഇതൊരു വൻ മുന്നറിയിപ്പാണ്. മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷനാണ്. മിനുസമുള്ള ഒരു തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമ്മുടെ പാദങ്ങളും തറയും തമ്മിലുള്ള ഘർഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു.
ഇതേ ഭൗതിക ശാസ്ത്രം തന്നെയാണ് ഹൈഡ്രോപ്ലെയിനിങ്ങിലും സംഭവിക്കുന്നത്. മഴയത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വേഗത്തിൽ വരുന്ന വാഹനത്തിന്റെ ടയറിനും റോഡിനുമിടയിൽ ആ വെള്ളം ഒരു നേരിയ പാളിയായി രൂപാന്തരപ്പെടുന്നു. സാധാരണഗതിയിൽ ടയറുകളിലെ ചാലുകൾ അഥവാ ത്രെഡുകൾ ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ഈ വെള്ളത്തെ വെളിയിലേക്ക് തെറിപ്പിച്ച് റോഡുമായുള്ള സമ്പർക്കം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേഗത കൂടുമ്പോൾ ഈ പമ്പിംഗ് പ്രക്രിയ പരാജയപ്പെടുകയും കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു. വാഹനത്തിന്റെ വേഗത ഒരു നിശ്ചിത പരിധി കടക്കുമ്പോൾ ടയറുകൾക്ക് പുറന്തള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അതിനടിയിലേക്ക് ഇരച്ചു കയറുന്നു. വെള്ളം കംപ്രസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ അതിമർദ്ദം കാരണം ടയറുകൾ റോഡിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. അതായത് ആയിരക്കണക്കിന് കിലോഗ്രാം ഭാരമുള്ള നിങ്ങളുടെ വാഹനം റോഡിലല്ല, പകരം ഒരു നേരിയ ജലപാളിക്ക് മുകളിലൂടെയാണ് അപ്പോൾ സഞ്ചരിക്കുന്നത്. റോഡുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ ബ്രേക്കിങ്ങും സ്റ്റിയറിംഗും ആക്സിലേറ്ററും പൂർണ്ണമായും നിർജീവമാകുന്നു. ഡ്രൈവർക്ക് വാഹനത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുകയും വാഹനം തെന്നിമറിഞ്ഞ് വലിയ അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഭൗതിക ശാസ്ത്രത്തിന്റെ ലളിതമായ ഈ നിയമം പലപ്പോഴും ഡ്രൈവർമാർ തിരിച്ചറിയുന്നത് അപകടം സംഭവിക്കുന്ന ആ നിമിഷത്തിൽ മാത്രമായിരിക്കും. ഹൈഡ്രോപ്ലെയിനിങ്ങിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ പലതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വാഹനത്തിന്റെ അമിത വേഗത തന്നെയാണ്. മണിക്കൂറിൽ 60-70 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനത്തിന് മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ നിയന്ത്രണം നഷ്ടപ്പെടാം. ഇതിനു പുറമെ ടയറുകളുടെ അവസ്ഥയും വളരെ നിർണായകമാണ്. തേയ്മാനം സംഭവിച്ച ത്രെഡുകളുടെ ആഴം കുറഞ്ഞ ടയറുകൾക്ക് വെള്ളം പുറത്തേക്ക് തെറിപ്പിക്കാനുള്ള പമ്പിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. പുതിയ ടയറുകൾ അമേരിക്കയിൽ പോയി ഉപരിപഠനം നടത്താനും അവിടെ തന്നെ ഉയർന്ന ജോലി സ്വന്തമാക്കാനും സ്വപ്നം കാണുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കനത്ത തിരിച്ചടി നൽകുന്ന വാർത്തകളാണ് വാഷിംഗ്ടണിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. US സ്റ്റുഡന്റ് വീസകളിൽ, അതായത് F1 വീസകളിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ചൈനീസ് വിദ്യാർത്ഥികൾക്ക് നേരിട്ടതിനേക്കാൾ 2 ഇരട്ടി തിരിച്ചടിയാണ് ഇന്ത്യക്കാർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. അമേരിക്കയിലെ പ്രമുഖ തിങ്ക് ടാങ്ക് ആയ സെന്റർ ഫോർ ഇമിഗ്രേഷൻ സ്റ്റഡീസ് CIS പുറത്തുവിട്ട ഏറ്റവും പുതിയ ഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം വീസ അനുവദിക്കുന്നതിൽ 62% കൂപ്പുകുത്തലാണ് ഇന്ത്യക്കാർ നേരിട്ടത്. അമേരിക്കയിൽ ജോലി ചെയ്യാൻ സഹായിക്കുന്ന OPT ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് സംവിധാനം ഇനി അവസാനിക്കുമോ? ഈ തകർച്ചയുടെ ആഴം മനസ്സിലാക്കാൻ കണക്കുകൾ കൃത്യമായിട്ടൊന്ന് നോക്കാം. അമേരിക്കൻ സർവകലാശാലകളിലേക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വീസ അപേക്ഷ നൽകുന്ന സീസണാണ് മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങൾ. 2024 ഈ 4 മാസങ്ങൾക്കിടയിൽ 58,694 F1 വീസകളാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചതെങ്കിൽ 2025 അത് കേവലം 22,149 കുത്തനെ ഇടിഞ്ഞു. അതായത് ഒറ്റയടിക്ക് 62% കുറവാണ്. സാധാരണ വർഷങ്ങളിൽ, പ്രത്യേകിച്ച് 2017 മുതൽ 2024 കാലയളവിൽ ശരാശരി 55,717 വീസകൾ ഇന്ത്യക്കാർക്ക് ലഭിക്കാറുള്ളത് സ്ഥാനത്താണ് ഈ ഒരു തിരിച്ചടി ഉണ്ടായത്. ഇനി ചൈനയുടെ കാര്യം നോക്കുമ്പോൾ ചൈനീസ് വിദ്യാർത്ഥികൾക്കും വീസയിൽ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ അത് 34% മാത്രമാണ്. അതായത് 61,075 നിന്ന് 40,034 ആയി കുറഞ്ഞു. അതായത് അമേരിക്കൻ വീസ വെട്ടിക്കുറയ്ക്കലിൽ ഏറ്റവും വലിയ ഇരകളായത് ചൈനക്കാരല്ല, പകരം നമ്മൾ ഇന്ത്യക്കാരാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം നിലനിൽക്കുന്നത്. അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ IIE കണക്കുകൾ പ്രകാരം US യൂണിവേഴ്സിറ്റികളിൽ നിലവിൽ 3,63,019 ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട്. രണ്ടാമതുള്ള ചൈനയ്ക്ക് 2,65,919 വിദ്യാർത്ഥികളും. ഈ 2 രാജ്യങ്ങൾ മാത്രമാണ് ആകെ വിദേശ വിദ്യാർത്ഥികളുടെ 53% സംഭാവന ചെയ്യുന്നത്. എന്നിട്ടും പുതിയ അപേക്ഷകരെ ഇത്രയും കർശനമായിട്ട് അരിച്ചെടുക്കുന്ന ഒരു നയം വഴി ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ റിജക്ഷൻ റേറ്റ് കുത്തനെ ഉയർന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അമേരിക്കൻ ഭരണകൂടം സ്റ്റുഡന്റ് വീസകളിൽ ഇങ്ങനെ കടിഞ്ഞാനിടുന്നത്? ഇതിന് പിന്നിലെ പ്രധാന കാരണം OPT ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ആണെന്ന് CIS റിപ്പോർട്ട് തുറന്നു പറയുന്നുണ്ട്. എന്താണ് OPT എന്ന് നോക്കുമ്പോൾ, അമേരിക്കയിൽ പഠിച്ചിറങ്ങുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് 12 മാസം മുതൽ STM കോഴ്സുകൾക്ക് 36 മാസം വരെ അവിടെ ജോലി ചെയ്യാനും പരിചയം നേടാനും നൽകുന്ന അനുമതിയാണിത്. പിന്നീട് ഇതാണ് H1B വീസക്കാർക്ക് വീസയിലേക്കുള്ള പ്രധാന വഴിയാകുന്നത്. ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ ഇനി പറയുന്നതാണ്. നിലവിൽ US-ൽ OPT വഴി ജോലി ചെയ്യുന്ന 2,94,253 പേരിൽ 49%, അതായത് 1,43,740 ഇത്രയും ഇന്ത്യക്കാരാണ്. ഇനി STEM OPT എക്സ്റ്റൻഷൻ ഉപയോഗിക്കുന്നവരിൽ 48%-ലധികവും, അതായത് 79,331 പേരും ഇന്ത്യക്കാരാണ്. ട്രംപ് ഭരണകൂടത്തിലെ ആന്റി ഇമിഗ്രേഷൻ വിഭാഗങ്ങളിലെയും വിദഗ്ധർ വാദിക്കുന്നത് ഈ OPT സംവിധാനം അമേരിക്കൻ സ്വദേശികളുടെ തൊഴിലവസരങ്ങളെ ബാധിക്കുന്നു എന്നാണ്.
അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ വരവ് കുറയ്ക്കുന്നതിലൂടെ ഭാവിയിൽ അമേരിക്കൻ ജോബ് മാർക്കറ്റിലേക്ക് എത്തുന്ന വിദേശ ബിരുദധാരികളുടെ എണ്ണം പരിമിതപ്പെടുത്താം എന്ന് വാഷിംഗ്ടൺ കണക്കുകൂട്ടുന്നു. ഇതുകൂടാതെ വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്ന മറ്റു ചില പുതിയ നിബന്ധനകളും നടപ്പിലാക്കാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, റിമൂവൽ ഓഫ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേറ്റസ് (DS). പണ്ട് പഠനം പൂർത്തിയാക്കുന്നത് വരെ വിസ സാധുവായിരുന്നുവെങ്കിൽ ഇനി മുതൽ വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തെ ഫിക്സ്ഡ് സ്റ്റേ ലിമിറ്റ് മാത്രമേ ലഭിക്കൂ. ഇനി പ്രപ്പോസ്ഡ് $1 lakh OPT ഫീ, അതായത് OPT വഴി അമേരിക്കയിൽ തുടർന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശ ബിരുദധാരികളിൽ നിന്ന് $1 ലക്ഷം വരെ ഫീസ് ഈടാക്കാനുള്ള നിർദ്ദേശവും പരിഗണനയിലുണ്ട്. ഇനി സ്ട്രിക്റ്റ് ബാക്ക്ഗ്രൗണ്ട് വെറ്റിംഗ്, സോഷ്യൽ മീഡിയ പരിശോധനയും ഇന്റർവ്യൂ മാനദണ്ഡങ്ങളും മുൻപെങ്ങുമില്ലാത്ത വിധം കടുപ്പിച്ചിരിക്കുന്നു. ഇതോടെ കോടികൾ ലോൺ എടുത്ത് അമേരിക്കയിലേക്ക് പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠനശേഷം ജോലി ലഭിക്കുമോ എന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വമാണ് ഉയർന്നിരിക്കുന്നത്. കാര്യം അപ്പോൾ ഇതാണ്, അമേരിക്ക ഫസ്റ്റ് നയത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. എണ്ണത്തിലും മികവിലും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ട് വിസ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോൾ UK, കാനഡ, ജർമ്മനി അല്ലെങ്കിൽ ഏഷ്യൻ സർവകലാശാലകൾ എന്നിവയിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. വളരെ ദാരുണമായൊരു വാർത്തയാണ് തായ്ലൻഡിൽ നിന്ന് പുറത്തു വരുന്നത്. തലസ്ഥാനമായ ബാങ്കോക്കിന് തൊട്ടടുത്തുള്ള നൊന്താബൂരി പ്രവിശ്യയിലെ ഒരു പ്രമുഖ ഹൈസ്കൂളിൽ ഇന്ന് രാവിലെ നടന്ന വെടിവയ്പിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. അതിനേക്കാൾ ഏറെ ഞെട്ടിക്കുന്നത് ഈ ക്രൂരകൃത്യം ചെയ്ത തോക്കുധാരിയുടെ വിവരങ്ങളാണ്. കേവലം 14 വയസ്സ് മാത്രം പ്രായമുള്ള ഈ സ്കൂളിലെ തന്നെ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സ്വന്തം മുത്തശ്ശന്റെ തോക്കെടുത്ത് ഈ കൂട്ടക്കുരുതി നടത്തിയത്. സ്കൂളിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ടുമുൻപ് സ്വന്തം വീട്ടിൽ വെച്ച് സ്വന്തം മുത്തശ്ശനെയും മുത്തശ്ശിയെയും വെടിവെച്ചു കൊന്ന ശേഷമാണ് ഈ കുട്ടി സ്കൂളിലെത്തി ക്രൂരമായിട്ട് വെടിയുതിർത്തത്. എന്താണ് സ്കൂളിൽ സംഭവിച്ചത്? പോലീസിന്റെയും ദൃക്സാക്ഷികളുടെയും വെളിപ്പെടുത്തൽ എന്താണ്? പരിശോധിക്കാം. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ബാങ്കോക്കിന്റെ വടക്കു പടിഞ്ഞാറുള്ള ബാങ് ക്രൂയി ജില്ലയിലെ ദേവ് സിറിയൻ നൊന്താബുരി സ്കൂളിലാണ് ഈ നടക്കുന്ന ദുരന്തം നടന്നത്. 3000-ലധികം വിദ്യാർത്ഥികളും 140-ലധികം അധ്യാപകരും പഠിപ്പിക്കുന്ന വലിയൊരു സ്കൂളാണിത്. പോലീസിന്റെ ഏറ്റവും പുതിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ന് രാവിലെ ഈ 14-കാരൻ വിദ്യാർത്ഥി വീട്ടിൽ വെച്ച് തന്റെ മുത്തശ്ശന്റെ കൈവശമുണ്ടായിരുന്ന പിസ്റ്റൾ ഉപയോഗിച്ച് സ്വന്തം മുത്തശ്ശനെയും മുത്തശ്ശിയെയും വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് തോക്കും അധിക വെടിയുണ്ടകളുമായിട്ട് ഇയാൾ താൻ പഠിക്കുന്ന സ്കൂളിലേക്ക് തിരിക്കുന്നത്. സ്കൂൾ ക്യാമ്പസിനുള്ളിൽ പ്രവേശിച്ച ഇയാൾ യാതൊരു ദയവുമില്ലാതെ അധ്യാപകർക്കും സഹപാഠികൾക്കും നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. മൊത്തം 26 റൗണ്ട് വെടിയുതിർത്തതായിട്ട് നാഷണൽ പോലീസ് സ്ഥിരീകരിച്ചു. പോരാത്തതിന് ഇയാളുടെ കയ്യിൽ നിന്ന് ഉപയോഗിക്കാത്ത 34 വെടിയുണ്ടകളും പോലീസ് പിന്നീട് കണ്ടെടുത്തു. സ്കൂളിൽ വെടിയൊച്ചകൾ ഉയർന്നതോടെ അവിടെ വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയാണ് ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന ഒരു 18 വയസ്സുകാരൻ വിദ്യാർത്ഥി റോയിറ്റേഴ്സിനോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ആദ്യം വെടിയൊച്ച കേട്ടപ്പോൾ പടക്കം പൊട്ടിക്കുന്നതോ അല്ലെങ്കിൽ ആരോ ബെഞ്ചിൽ ശക്തമായിട്ട് അടിക്കുന്നതോ ആണ് എന്നാണ് താൻ കരുതിയത്. പെട്ടെന്ന് ഒരു കൂട്ടം വെടിയൊച്ചകൾ കേട്ടു. പിന്നെ ഒരു നിശബ്ദതയായിരുന്നു. വീണ്ടും വെടിയൊച്ചകൾ ഉയർന്നു. വെടിയൊച്ച കേട്ടതോടെ ക്ലാസ് മുറികളിൽ ഉണ്ടായിരുന്ന കുട്ടികൾ ഭയന്ന് വിറച്ച് ബെഞ്ചുകൾക്കും ഡെസ്കുകൾക്കും താഴെ ഒളിച്ചിരുന്നു. മറ്റു ചിലർ വാതിലുകൾ അകത്തുനിന്ന് പൂട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ചില വിദ്യാർത്ഥികൾ കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നും ജനലുകളിലൂടെയും പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ പുറത്തുവന്ന ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ പ്രകാരം വീടിനുള്ളിൽ കൊല്ലപ്പെട്ട മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെ ആകെ മരണസംഖ്യ 8 ഉയർന്നിട്ടുണ്ട്. സ്കൂളിൽ വെച്ച് 3 അധ്യാപകരും 3 വിദ്യാർത്ഥികളും സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് ശേഷം 14-കാരനായ അക്രമി സ്വയം വെടിവെച്ച് ജീവൻ ഒടുക്കുകയോ അല്ലെങ്കിൽ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ വെച്ച് മരിക്കുകയോ ചെയ്തതായിട്ട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 15ഓളം പേർക്ക് വെടിയേറ്റും ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 2 മുതൽ 9 പേരുടെ അവസ്ഥ വളരെ ഗുരുതരമായി തുടരുകയാണ്. സംഭവത്തെ തുടർന്ന് തായ്ലൻഡ് പ്രധാനമന്ത്രി അനുതിൻ ചാർൻവിരാകുൽ അനുശോചനം രേഖപ്പെടുത്തുകയും ഇരയായവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം നൽകാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പെസർ ജന്താര റുവാങ് തോങ് കുട്ടികൾക്ക് അടിയന്തര സൈക്കോളജിക്കൽ സപ്പോർട്ട് നൽകാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഒപ്പം ദുരന്തത്തിന്റെ ക്രൂരമായിട്ടുള്ള വീഡിയോസോ ചിത്രങ്ങളോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കരുത് എന്നും അദ്ദേഹം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ ഉയരുന്ന വലിയൊരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് തായ്ലൻഡിൽ ഇത്തരം സ്കൂൾ വെടിവയ്പ്പുകൾ ആവർത്തിക്കുന്നത്? തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ തോക്കുകളുള്ള രാജ്യങ്ങളിലൊന്നാണ് തായ്ലൻഡ്. ഏകദേശം 1 കോടിയിലധികം തോക്കുകളാണ് ഇവിടെ ആളുകളുടെ കയ്യിലുള്ളത്. അഥവാ 7 പേരിൽ ഒരാൾക്ക് തോക്കുണ്ട്. ഈ വർഷം ഫെബ്രുവരി മാസത്തിലും തെക്കൻ തായ്ലൻഡിലെ ഒരു സ്കൂളിൽ സമാനമായ രീതിയിൽ വിദ്യാർത്ഥി തോക്കെടുത്ത് ആക്രമണം നടത്തുകയും അധ്യാപകൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. തോക്കുകളുടെ അനായാസമായ ലഭ്യതയും കുട്ടികൾക്കിടയിലെ മാനസിക സമ്മർദ്ദങ്ങളും സൈക്കോളജിക്കൽ പ്രശ്നങ്ങളും എത്രത്തോളം വലിയ ദുരന്തങ്ങളിലേക്കാണ് വഴിവെക്കുന്നത് എന്നതിന്റെ തെളിവാണ് തായ്ലൻഡിൽ നിന്നുള്ള ഈ ഒരു വാർത്ത.
എപ്പോഴും തണുപ്പും മഞ്ഞുവീഴ്ചയും കൊണ്ട് നമ്മളെ കൊതിപ്പിക്കുന്ന യൂറോപ്പിൽ നിന്ന് ഭീതിജനകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. യൂറോപ്യൻ ഭൂഖണ്ഡത്തെ ആകെ വേവിച്ചെടുക്കുന്ന കടുത്ത ഉഷ്ണതരംഗം അഥവാ ഹീറ്റ് വേവ് കാരണം ജനങ്ങൾ വലയുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇറ്റലിയുടെ ആരോഗ്യ മന്ത്രാലയം തങ്ങളുടെ രാജ്യത്തെ മുഴുവൻ പ്രധാന നഗരങ്ങളിലും അഥവാ 27 മോണിറ്ററിംഗ് സിറ്റീസിലും ഒരുമിച്ച് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പുറത്ത് ഓസ്ട്രിയയിലും സ്ലോവാക്യയിലും താപനില 42 ഡിഗ്രി സെൽഷ്യസ് കടന്ന് സർവ്വകാല റെക്കോർഡുകൾ തകർത്തിരിക്കുന്നു. ഡാന്യൂബ് നദിയിലെ വെള്ളം വറ്റി വരളുന്നു. ഫ്രാൻസിൽ കാട്ടുതീ പടരുന്നു. പവർ ഗ്രിഡുകൾ തകരാറിലാകുന്നു. തണുപ്പുള്ള യൂറോപ്പിൽ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഈ വെയില്, ചൂട് ഏഷ്യൻ രാജ്യങ്ങളെയും ആഗോള സമ്പദ് വ്യവസ്ഥയും എങ്ങനെ ബാധിക്കും? നോക്കാം. സംഭവത്തിന്റെ ആഴം മനസ്സിലാക്കാൻ നമുക്ക് ഇറ്റലിയിലെ അവസ്ഥയിൽ നിന്ന് തുടങ്ങാം. വടക്ക് കിഴക്കൻ നഗരമായ ചെസിറ്റെ മുതൽ തെക്കൻ ദ്വീപായ സിസിലിയിലെ പലേർമോ വരെയുള്ള 27 പ്രധാന നഗരങ്ങളിലും ഒരേ സമയം റെഡ് അലേർട്ട് നിലവിൽ വന്നു. വയോധികർക്ക് മാത്രമല്ല പൂർണ്ണ ആരോഗ്യവാന്മാരായ ആളുകൾക്ക് പോലും പുറത്തിറങ്ങുന്നത് ജീവന് ഭീഷണിയാണ് എന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. ചൂട് അതികഠിനമായതോടെ ഇറ്റാലിയൻ ഭരണകൂടം വിചിത്രമായ ചില സുരക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു. ലോകപ്രശസ്തമായ റോമിലെ കൊലോസിയം, പാന്തിയോൺ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകരുടെ തിരക്ക് കുറയ്ക്കാനും ബോധക്ഷയം ഒഴിവാക്കാനും രാത്രികാലങ്ങളിൽ തുറന്നു പ്രവർത്തിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. കൊലോസിയത്തിന്റെ പ്രവേശന കവാടങ്ങളിൽ വെള്ളത്തുള്ളികൾ തളിക്കുന്ന കൂളിംഗ് മിസ്റ്റ് ഫാൻസും അടിയന്തര മെഡിക്കൽ ടീമുകളെയും വിന്യസിച്ചിട്ടുണ്ട്. ഇറ്റലിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ദുരന്തം. അയൽരാജ്യമായ ഓസ്ട്രിയയിലെ ബാഡ് ഡോയിഷ് ഓൾട്ടൻബർഗ് എന്ന ഗ്രാമത്തിലെ താപനില 41.2 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിട്ടുണ്ട്. ഓസ്ട്രിയൻ കാലാവസ്ഥാ ഏജൻസിയായ ജിയോസ്ഫിയർ കാണിക്കുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന താപനിലയാണിത് എന്നാണ്. തൊട്ടടുത്തുള്ള സ്ലോവാക്യയിലെ ഡോൾനെ പ്ലാസ്റ്റൻസ് എന്ന സ്ഥലത്ത് താപനില 42.2 ഡിഗ്രി സെൽഷ്യസിലേക്ക് കുതിച്ചു. 1885 ശേഷമുള്ള ഏറ്റവും കഠിനമായ വരൾച്ചയാണ് ഓസ്ട്രിയ നേരിടുന്നത്. ജനുവരി മുതൽ ജൂൺ വരെയുള്ള മഴയുടെ അളവിൽ 27 മുതൽ 50% വരെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. കേന്ദ്ര യൂറോപ്പിലെ ജീവനാഡിയായ ഡാന്യൂബ് നദിയിലെ ജലനിരപ്പ് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയിരിക്കുകയാണ്. ഈ കഠിനമായ ചൂട് കേവലം കാലാവസ്ഥാ പ്രശ്നം മാത്രമല്ല, യൂറോപ്പിന്റെ അടിസ്ഥാന സൗകര്യങ്ങളാകെ ഒലിച്ചിരിക്കുകയാണ്. ഒന്നാമതായിട്ട് പവർ ഗ്രിഡ് ക്രൈസിസ് ഉണ്ട്. ഫാക്ടറി ഷട്ട് ഡൗൺസും പിന്നാലെ വീടുകളിലും ഓഫീസുകളിലും എയർ കണ്ടീഷൻസ് AC-കൾ നിർത്താതെ പ്രവർത്തിപ്പിച്ചതോടെ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് കുത്തനെ കൂടി. നദികളിലെ വെള്ളത്തിന് ചൂട് പിടിച്ചതോടെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെ കൂളിംഗ് സിസ്റ്റം തടസ്സപ്പെടുകയും ഹംഗറി പോലെയുള്ള രാജ്യങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദനം 10% വെട്ടിച്ചുരുക്കേണ്ടി വരികയും ചെയ്തു. ഇനി ട്രെയിനിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റെയിൽവേ പാളങ്ങൾ ചൂടേറ്റ് വളയാനുള്ള സാധ്യത മുന്നിൽ കണ്ട് പല രാജ്യങ്ങളിലും ചരക്ക് തീവണ്ടികളുടെ ഗതാഗതം വൈകുന്നേരങ്ങളിൽ നിരോധിച്ചു. ഇനി കാട്ടുതീയാണ്. ഫ്രാൻസിലും ഗ്രീസിലും ബാൽക്കൻ രാജ്യങ്ങളിലും വൻതോതിൽ കാട്ടുതീ പടരുകയാണ്. ഫ്രാൻസിൽ മാത്രം 60 ചതുരശ്ര കിലോമീറ്ററിലധികം കാടുകൾ കത്തി അമർന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് യൂറോപ്പിൽ വേനൽക്കാലം ഇത്ര ഭീകരമാകുന്നത്? ശാസ്ത്രജ്ഞർ നൽകുന്ന കാരണം വ്യക്തമാണ്. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹീറ്റ് ഡോംസ്, അതായത് അന്തരീക്ഷത്തിലെ ഉഷ്ണക്കാറ്റിനെ ഒരു കുട പോലെ ഭൂമിക്ക് മുകളിൽ തടഞ്ഞു നിർത്തുന്ന ഹൈ പ്രഷർ സിസ്റ്റം അഥവാ ഹീറ്റ് ഡോം നിലനിൽക്കുന്നത് കൊണ്ടാണ് താപനില രാത്രികാലങ്ങളിൽ പോലും താഴാത്തത്. ബുഡാപെസ്റ്റിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് രാത്രിയിലെ കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് ഇറങ്ങിയില്ല. ഇതിനു പുറമെ ഭൂമിയുടെ ശരാശരി താപനില ഉയരുന്നതോടെ പണ്ട് 50 വർഷത്തിൽ ഒരിക്കൽ മാത്രം വന്നിരുന്ന ഇത്തരം എക്സ്ട്രീം ഹീറ്റ് വേവ്സ് ഇപ്പോൾ ഏതാണ്ട് എല്ലാ വർഷവും ആവർത്തിക്കപ്പെടുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തര ഫലങ്ങൾ കാണാൻ ഇനി പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരില്ല. അത് നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലെ ഈ ചൂട് നാളെ ഏഷ്യൻ നാടുകളിലും മറ്റു ഭൂഖണ്ഡങ്ങളിലും വരുത്തി വെക്കാൻ പോകുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു വശത്ത് യുദ്ധഭീഷണികളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുമ്പോഴും മറുപുറത്ത് നയതന്ത്രത്തിലൂടെയും കൃത്യമായ ഇടപെടലുകളിലൂടെയും സമാധാനത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. ഒമാൻ മധ്യസ്ഥത വഹിച്ച കരാറുകളിലൂടെ ആഗോള എണ്ണ വിപണി സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതും കുട്ടികളുടെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കാൻ കോടതികൾ നിയമങ്ങൾ കടുപ്പിക്കുന്നതുമെല്ലാം കൂടുതൽ സുരക്ഷിതമായൊരു നാളെയുടെ സൂചനകളാണ്. തടസ്സങ്ങൾ എന്തു തന്നെ വന്നാലും അതിനെയെല്ലാം മറികടക്കാനുള്ള മനുഷ്യന്റെ ഇച്ഛാശക്തിയും മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള ശേഷിയുമാണ് എപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഗുഡ് നൈറ്റ്.